ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ചെറിയ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ഒന്നുമല്ല, വാഗണാർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടൊരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ്. നമ്മുടെ വാഗണാറിൽ നമ്മൾ ഈ കാണുന്ന ക്രോം പ്ലേറ്റിങ്, അതായത് വാഗണാർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ക്രോം പ്ലേറ്റ് നമ്മൾ മാറ്റി വെച്ചും ഈ ഓരോ ലെറ്റേഴ്സും, അതായത് വാഗണാർ എന്ന് എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സും നമ്മൾ ഗ്ലോ ചെയ്യിക്കാൻ പോകുക അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അഡീഷണൽ ഡിവൈസ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. വലിയ സംഭവമൊന്നുമില്ല. ദേണ്ടേ, ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, വാഗണാർ. അപ്പം ഓരോ ലെറ്റേഴ്സിലും ലൈറ്റ് വരുന്നുണ്ട്. അതായത് സെയിം ഡിസൈൻ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗ്ലാസ്, അതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. 1 2 3 4 5 6 ലൈറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇതിൽ 3 കണക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു ഗ്രീൻ, ഒരു ബ്ലാക്ക്, ഒരു റെഡ്. ഈ 3 കണക്ഷൻസ് വരുന്നത് ഒന്ന് ബ്രേക്ക്, ഒന്ന് കോമൺ എർത്ത്, അതായത് ബോഡി എർത്ത്, ഒന്ന് പാർക്ക്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ വാഹനത്തിൽ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പെട്ടെന്ന് ഇവരെ ഒന്ന് അഴിക്കാം. ഇത് അഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മേളിൽ വരുന്നൊരു കവർ ഞാൻ അഴിച്ചിട്ടുണ്ട്. ഇത് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പല വാഗണാറിൻ്റെ വീഡിയോസിലും കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കവറിങ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേളിൽ കാണുന്ന, അതായത് നമ്മുടെ മേളത്തെ ഈ ഒരു പോർഷൻ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന 1 2 3 4 5 6 പിടുത്തമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു 6 ലോക്ക് നമുക്ക് ഇവിടുന്ന് ഊരിയെടുക്കണം. അതെല്ലാം നമുക്ക് ഈ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഒന്ന് അഴിച്ചെടുക്കട്ടെ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് അഴിച്ചെടുക്കാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ള് ലോക്സിലായിരിക്കും വരുന്നത്. അതും കൂടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നട്ട് 1 2, സൈഡിലൊന്ന് 3 ഇവിടെ ഒന്ന് 4, ഈ 4. അതിനുശേഷം 2 ക്ലിപ്സും, അതായത് 2 പ്ലാസ്റ്റിക് ക്ലിപ്പും ഉണ്ട്. ഇതെല്ലാം ഞാൻ പെട്ടെന്നൊന്ന് അഴിച്ചു മാറ്റട്ടെ. ഇങ്ങനെ പൊക്കിയെടുക്കണം. ചെറിയൊരു ബുദ്ധിമുട്ട് കാണും, എന്നാലും വലിച്ചെടുത്തോണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 ക്ലിപ്പുകൾ. 1 2 ക്ലിപ്പ്, പിന്നെ 1 2 3 4. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ഇങ്ങനെ സിമ്പിളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര ഇത് തോന്നിയില്ലല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും എടുത്തിട്ടൊന്ന് തട്ടുക. വളരെ പതുക്കം തട്ടി കഴിഞ്ഞാൽ ഇവനിങ്ങനെ ഊരിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഇതുപോലെ എല്ലാം ഞാൻ ഊരിയെടുക്കും. അതിനുശേഷം ഞാനിത് നമ്മുടെ ഈ ലൈറ്റിലോട്ട് കയറ്റി ഫിറ്റ് ചെയ്യാണ്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് നൈസായിട്ട് ഇങ്ങനെ അങ്ങ് കയറ്റി വെച്ചിട്ട് 2 തട്ട്, ചെറുതായിട്ട് 2 തട്ട് കൊടുത്ത് അവൻ കയറിയിരുന്നു. ഇതുപോലെ എല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളത് കിട്ടുക്കാച്ചിയായിട്ട് ആ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ കാണിച്ചതുപോലെ ഈ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു പോർഷനിൽ, ഇവിടെയും ഇവിടെയും. ഇത് ഫുള്ളായിട്ട് കയറിയിട്ടില്ല, ചെറിയ രീതിക്ക്, അതായത് ഹാഫ് മാത്രം സെറ്റായിട്ടുള്ളൂ. ഇവിടെയും അത് ഫുള്ളായിട്ട് ഓക്കെയാണ്. അതായത് ഈ 2 പോർഷൻസ്, ഒന്നിവിടെയും ഒന്നിവിടെയും, ഇതൊരല്പം മാത്രം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു ഹാഫ് പോർഷനെ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ മേളിൽ ലൈറ്റ് വരുന്നുണ്ട്. ആ വയേഴ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ലൈൻ പോകുന്ന വഴി വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വയറിംഗ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിലൊരു ഗ്രീന്, റെഡ് ആൻഡ് ബ്ലാക്ക് ആണുള്ളത്. ഗ്രീന് നമ്മുടെ പാർക്ക് ലൈൻ ആണ് വരുന്നത്, ബ്ലാക്ക് എർത്താണ് വരുന്നത്, അതായത് ബോഡി എർത്താണ് വരുന്നത്, റെഡ് നമ്മുടെ ബ്രേക്കിൻ്റെ ലൈൻ. അപ്പോൾ എനിക്ക് ഈ വാഗണാറിൽ ബ്രേക്കിൻ്റെ ലൈൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ബ്രേക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു ലൈൻ നേരെ ഇതിലേ കൊണ്ടുവന്ന് ഇതിലേ ഇങ്ങനെ എടുത്ത് ഈ ഒരു റെഡ് ലൈനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിതൊന്നും പ്രോപ്പറായിട്ടുള്ള രീതിക്കല്ല ഇപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സ്ലീവും കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം, കാരണം ഇതിൽ വേറെ കുറച്ച് അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിലേക്കൂടെയൊക്കെ വയർ കയറ്റി വിടുന്നതൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് പിന്നെയും എടുത്ത് കാണിച്ച് ഞാൻ സമയം കളയാത്തത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് കൂടെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. പാർക്ക് ഓൺ ചെയ്തു. ഇനി ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ശ്രദ്ധിച്ചോണം. ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് ചെയ്ത് ഞാൻ കാലെടുത്തു. ഇപ്പോൾ പാർക്കാണ്. ഇനി ഞാൻ പാർക്കിടാത്ത സമയത്ത് സഡനായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കോണം. സഡൻ അല്ലെങ്കിൽ സാധാരണ രീതിക്കൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് എന്ന് കാലെടുത്തു, നോർമലാണ്. ഒന്നുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾ കാണുന്ന ബ്രേക്കാണ്. ഒന്നുകൂടെയും പാർക്ക് അപ്ലൈ ചെയ്തപ്പം പാർക്ക് ലൈറ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. നമുക്കിതൊന്ന് മറിച്ചൊന്ന് കളയാം. യെസ്,
അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി എന്താണെന്നുള്ള. ഇനി രാത്രിയും കൂടെ, അതായത് രാത്രി നമുക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാം. അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാഹനം ഒന്ന് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതായത് പാർക്ക് ലൈറ്റ് ഞാനിപ്പോൾ രാത്രി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ പാർക്ക് ഓണാണ്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ ബ്രേക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണം. ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ കൊടുത്തേക്കുക. ഞാൻ ജസ്റ്റ് പാർക്ക് ഒന്ന് ഓഫ് ചെയ്ത് ജസ്റ്റ് ബ്രേക്ക് മാത്രം ഒന്ന് ഓണാക്കി കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പാർക്ക് ഇട്ടേക്കുകയാണ്. അപ്പോൾ പാർക്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഈ ഒരു ഭാഗം കാണാൻ.